നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു സർക്കാർ ഉത്തരവുണ്ടായി. വൃദ്ധസദനങ്ങളുടെ പേര് മാറ്റുകയാണ്. ഇനി അവ സ്നേഹാലയങ്ങൾ എന്നറിയപ്പെടും. ഇനി ഇവിടെ വൃദ്ധസദനങ്ങൾ എന്ന ഒരു വാക്കിനെ സ്ഥാനമില്ല. എല്ലാ രേഖകളിൽ നിന്നും വരെ ആ വൃദ്ധസദനം എന്ന വാക്ക് എടുത്തു മാറ്റുകയാണ്. കാരണം അവർക്കൊരു അപകർഷതാബോധം ഉണ്ടാകും. നമ്മൾ വൃദ്ധരായി, നമ്മൾ തഴയപ്പെട്ടവരായി, നമ്മൾ സമൂഹത്തിന് വേണ്ടാത്ത ആളുകളായി എന്ന തോന്നലൊക്കെ പല മുതിർന്ന പൗരന്മാരിലും ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പൊതു താല്പര്യ ഹർജിയൊക്കെ ചെന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി വൃദ്ധർ എന്നുള്ള വിശേഷണം ഇല്ല, മുതിർന്ന പൗരന്മാർ എന്ന് വിശേഷിപ്പിച്ചാൽ മതി. അവർ താമസിക്കുന്ന ഇടം സ്നേഹാലയം എന്ന് അറിയപ്പെടും. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചു. പേര് മാറ്റിയിട്ട് കാര്യമില്ലല്ലോ, അവരുടെ അവസ്ഥ അത് തന്നെയല്ലേ, ജീവിതം അത് തന്നെയല്ലേ, വേറെ ഒരിടത്ത് കൊണ്ട് എല്ലാവരെയും കൂടി ഒന്നിച്ചിട്ട് മനപ്രയാസം അനുഭവിപ്പിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്ന ഒരു രീതിയല്ലേ ഇത് പിന്തുടരുന്നത്, പേര് മാറ്റിയാൽ എന്താണ് കാര്യമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ നേരെ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കൂ. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോൾ, വൈകാരികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ബുദ്ധിമുട്ടാണ്. സ്വന്തം വീട്ടിൽ നിന്ന് എത്രയൊക്കെ ആണെങ്കിലും മാറി നിൽക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന പിടച്ചിൽ എത്രത്തോളമായിരിക്കും, വിഷമം എത്രത്തോളമായിരിക്കും. മക്കളെയും കൊച്ചുമക്കളെയും ചെറുമക്കളെയും ഒക്കെ കണ്ട് എന്നും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രായത്തിൽ അവരൊക്കെ വേറെ ഒരിടത്ത് കഴിയുമ്പോൾ അവരുടെ മാനസിക പ്രയാസം എത്രത്തോളമായിരിക്കും എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. പിന്നെ മക്കൾക്കൊരു കടമയില്ലേ, വാർദ്ധക്യത്തിൽ അച്ഛനെയും അമ്മയും നോക്കേണ്ട കടമ എന്നൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. വീട്ടിൽ ഒരു സ്നേഹവും കിട്ടാത്ത മാതാപിതാക്കളുണ്ട്, വൃദ്ധരായിട്ടുള്ള മുതിർന്ന പൗരന്മാരായിട്ടുള്ള മാതാപിതാക്കളുണ്ട്, ആരെയും ആശ്രയിക്കാനില്ലാത്ത വൃദ്ധ മാതാപിതാക്കളുണ്ട്. പിന്നെ കുറെ ആളുകൾ വലിയൊരു വീട് കെട്ടി ആരെങ്കിലും ഒരു ജോലിക്കാരനെയോ ജോലിക്കാരിയോ ഹോം നേഴ്സിനെയോ ഏൽപ്പിച്ചിട്ട് വിദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ അകാല മരണങ്ങൾ സംഭവിച്ചതും കൊലപാതകങ്ങൾ സംഭവിച്ചതും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെ വീട്ടിൽ അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമ്പോൾ ഈ മാതാപിതാക്കൾ സന്തോഷിച്ചിരിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടാൽ പിന്നെ നമുക്ക് വല്ലാത്തൊരു വെപ്രാളമാണ്, ബുദ്ധിമുട്ടാണ്. കുറെ ആളുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഓളത്തിൽ നമ്മൾ എല്ലാവരും പോകും. ഒരു അസുഖം ഉണ്ടാകുമ്പോൾ തന്നെ പരമാവധി ഒറ്റയ്ക്കിരുന്നാൽ നമുക്ക് ആ അസുഖം കൂടുന്നതായിട്ട് തോന്നും. അസുഖത്തെക്കുറിച്ച് ചിന്തിക്കും, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആധി, എനിക്കൊപ്പം ആരും ഇല്ല എന്നുള്ള വെപ്രാളം. പക്ഷെ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിനൊരു സമാധാനമുണ്ട്. അതേ സൈക്കോളജി തന്നെയാണ് വൃദ്ധസദനങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹാലയങ്ങളുടെ പിന്നിലുമുള്ളത്. സ്നേഹാലയങ്ങളിൽ അവർ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവർക്കൊപ്പമുണ്ട്. അവർക്ക് ആ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ സ്നേഹാലയങ്ങൾ നമുക്ക് അനിവാര്യമാണെന്ന് തന്നെ ഒരുപക്ഷെ പറയേണ്ടി വരും. അവർ ഒറ്റയ്ക്ക് ഒരിടത്ത് കിടന്ന് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എല്ലാവർക്കും ഒപ്പം സന്തോഷമായിട്ടിരിക്കുന്നെങ്കിൽ അത്. വൈകാരികമായി ചിന്തിക്കുന്നതിന് പകരം കുറച്ചുകൂടി പ്രാവർത്തികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതും നല്ലതല്ലേ എന്ന ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, കൂടുതലും അണുകുടുംബങ്ങളാണ്. പ്രായമായ മാതാപിതാക്കൾക്കൊപ്പം ചിലപ്പോൾ ഒരു മകനോ ഒരു മരുമകളോ ഒരു ചെറുമകനോ ഒക്കെ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഇവരൊക്കെ 3 പേരും 3 വഴിക്ക് രാവിലെ പോകും. പ്രവാസികളാണെങ്കിൽ പറയുകയും വേണ്ട. 3 പേരും ഇല്ലാതാകുന്ന അവസ്ഥയിൽ ഇവർ ഒറ്റയ്ക്കിരുന്ന് വല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടാകും. അവർക്ക് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മരുന്ന് എടുത്തു കൊടുക്കാൻ പോലും അടുത്ത ആളില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ആളില്ലാത്ത അവസ്ഥയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവർക്കൊക്കെ ഈ സ്നേഹാലയങ്ങൾ ഒരു ബദൽ മാർഗം തന്നെയാണ്. പിന്നെ വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് 24 മണിക്കൂറും ഒരു മെഡിക്കൽ സേവനം ആവശ്യമാണ്. പലതരം ജീവിതശൈലി രോഗങ്ങളും വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് മരുന്നുകൾ ദിവസവും 10ഉം 20ഉം 25ഉം ഗുളികകളോളം കഴിക്കുന്ന ഒരുപാട് വൃദ്ധ മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട്. അവർക്കൊക്കെ എപ്പോഴും ഒരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ, ഒരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടണമെങ്കിൽ അതിന് സാഹചര്യമുള്ള ഒരിടമാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ വിളിപ്പുറത്ത് തന്നെ ഡോക്ടർമാർ അല്ലെങ്കിൽ മെഡിക്കൽ സേവനം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമല്ലേ. അപ്പോൾ ഈ സ്നേഹാലയങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു പാലിയേറ്റീവ് സംരക്ഷണം അവർക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാക്കാം. പിന്നെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ ആയുസിന്റെ അവസാന നാളുകളിലെ ഏകാന്തത ഒഴിവാക്കാൻ ഒരുപാട് പേരോട് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നു. ഒരുപാട് പേരുമായിട്ട് ഒന്നിച്ചിടപഴകാൻ അവർക്ക് കഴിയുന്നു. അത് മനസ്സിനെ എപ്പോഴും പോസിറ്റീവ് ആക്കി നിർത്തും. ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാൾ എപ്പോഴും സംസാരിച്ചും ചിരിച്ചും കളിച്ചും അല്ലെങ്കിൽ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെച്ചും സന്തോഷങ്ങൾ പങ്കുവെച്ചും ദുഃഖങ്ങൾ പങ്കുവെച്ചും ഒക്കെ ഇരിക്കുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടും.
ഇപ്പോൾ സ്വന്തം വീടുകളിൽ മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കി പോകുന്ന ആളുകൾ CCTV ക്യാമറയും അല്ലെങ്കിൽ സെക്യൂരിറ്റിയും ഒക്കെ ഉൾപ്പെടെ ഏർപ്പാടാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ പോലും ഇവരൊക്കെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഒരുപാടുണ്ട്. പ്രായമായവരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപാട് ചതിയും വഞ്ചനകളും ആക്രമണങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷ നേടാനും ഒരു മുക്തി നേടാനും ഇത്തരം സ്നേഹാലയങ്ങൾ ഉപകരിക്കും. ഇനി മക്കളോ കൊച്ചുമക്കളോ മരുമക്കളോ ഒന്നും അടുത്തില്ലാത്തവർ മാത്രമല്ല, അടുത്തുണ്ടായിട്ടും ദിവസവും ശപിച്ചിരിക്കുന്ന മക്കളുണ്ട് ഈ വൃദ്ധ മാതാപിതാക്കളെ. ഇതുങ്ങളുള്ളത് കൊണ്ട് എങ്ങോട്ടും ഒന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് പോകാൻ പറ്റുന്നില്ല, ഇത്രയും പ്രായമായിട്ടും ഒന്ന് തീർന്നു കിട്ടുന്നില്ലല്ലോ എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പല പ്രാവശ്യം നമ്മൾ വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ട്. വൃദ്ധ മാതാപിതാക്കളെ അടിക്കുന്നതും ഇടിക്കുന്നതും ഒക്കെ. കാരണം ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഇവർക്ക് പോകേണ്ടടുത്ത് പോകാൻ പറ്റുന്നില്ല. വൃദ്ധ മാതാപിതാക്കൾ ഒരു ഭാരമായി മാറുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും. അത് മറ്റൊരു വശം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരുടെ ഒന്നും ഇങ്ങനെ ശാസനയോ ദേഷ്യപ്പെടലോ അടിയോ ഒന്നും കൊള്ളേണ്ട ആളുകളല്ല വൃദ്ധ മാതാപിതാക്കൾ. അവർക്ക് അവസാന കാലത്ത് വേണ്ടത് സംരക്ഷണമാണ്, സുരക്ഷിതത്വമാണ്, മനസമാധാനമാണ്. അത് കിട്ടുന്നയിടത്ത് അവർ താമസിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. ഇതൊക്കെ പോസിറ്റീവായിട്ട് നടക്കണമെങ്കിൽ, നമ്മൾ സ്നേഹാലയങ്ങളെ പോസിറ്റീവായിട്ട് കാണണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിലൊരു മാറ്റം വരണം. അതായത് വൃദ്ധ മാതാപിതാക്കളെ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരിടമാണ് സ്നേഹാലയം അല്ലെങ്കിൽ വൃദ്ധസദനം എന്ന ആശയത്തിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം. പ്രായമായവരുടെ ആരോഗ്യവും സംരക്ഷണയും സമാധാനവും സന്തോഷവും ഒക്കെ ഉറപ്പാക്കുന്ന ഒരു കേന്ദ്രമായി നമുക്ക് സ്നേഹാലയങ്ങളെ കാണാൻ സാധിക്കണം. സർക്കാർ തലത്തിലും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുമൊക്കെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ സ്നേഹാലയങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഓരോ ഇടങ്ങളിൽ ഇട്ട് വൃദ്ധരെ പീഡിപ്പിക്കുന്ന വാർത്തകളും നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വായിച്ചു. അവരെ വല്ലാതെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഒരു കാരണവശാലും അതിനൊന്നും ഇട കൊടുക്കാതെ മികച്ച സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ നല്ല നല്ല സ്നേഹാലയങ്ങൾ വരട്ടെ. അവിടെ സ്നേഹം പൂത്തുലയട്ടെ, സന്തോഷവും സമാധാനവും വിരിയട്ടെ. ഞാനിന്ന് ഈ സ്നേഹാലയങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു വശമാണ് സംസാരിച്ചത്. എപ്പോഴും ഞാനിതിന് എതിര് നിൽക്കുന്ന ആൾ തന്നെയാണ്. പ്രാഥമികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് തെറ്റാണ് എന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വൈകാരികമായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ആദ്യം സമീപിക്കുന്നത്. കാരണം നമ്മുടെ അച്ഛനമ്മമാരാണ്, അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെയാണ്. അവരെ നമ്മളാണ് അവസാന കാലത്ത് നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ ഇതിനൊന്നും സാഹചര്യമില്ലാതെ പോകുന്ന ആളുകളുണ്ട് വിവിധ കാരണങ്ങൾ കൊണ്ട്. അവർക്ക് ഒരു മികച്ച ഓപ്ഷനായിട്ട് ഇത് മാറുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും സന്തോഷവും സ്നേഹവുമാണ് അത് പകരുന്നതെങ്കിൽ അതൊരു നല്ല ചിന്തയാണ്, നല്ല ആശയമാണ് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തോടുള്ള സമീപനം എന്താണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതൂ.